ശരിക്കും പറഞ്ഞാൽ കാഴ്ച എന്നത് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ്. നമ്മളൊരു ഒരു മിനിറ്റ് കണ്ണടച്ച് നോക്കിയിട്ട് നമ്മൾ സ്വയം പുറം ലോകത്തെ ഒന്ന് ദർശിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. നമസ്കാരം, ഹലോ റേഡിയോ, RJ ആഷയാണ് കൂടെയുള്ളത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തൃശ്ശൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ സ്വാഗതം. നമുക്കറിയാം, നമ്മൾ നേത്രദാന പക്ഷാചരണം ആചരിക്കുകയാണ് ഈ ഒരു ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നേത്രദാനം എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിപ്പോൾ നേത്രദാനത്തെക്കുറിച്ചാണ് കൂടുതൽ നമ്മുടെ ശ്രോതാക്കളോട് പറയാൻ ഡോക്ടറോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് യഥാർത്ഥത്തിൽ എക്സാക്ട്ലി വാട്ട് ഈസ് ഐ ഡൊണേഷൻ, ശരിക്കും എന്താണ് നേത്രദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കാഴ്ച എന്നത് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ്. നമ്മളൊരു ഒരു മിനിറ്റ് കണ്ണടച്ച് നോക്കിയിട്ട് നമ്മൾ സ്വയം പുറം ലോകത്തെ ഒന്ന് ദർശിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. അപ്പോൾ നേത്രദാനം എന്നത് നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിസ്വാർത്ഥ സേവനം, മറ്റൊരാൾക്ക് കാഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു സേവനം തന്നെയാണ്. അത് മരിച്ചതിന് ശേഷം മറ്റ് ദാനങ്ങൾ, അതായത് കിഡ്നി, ലിവറൊക്കെ ആൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. നേത്രദാനം എന്ന് പറയുന്നത് ആൾ മരിച്ചതിന് ശേഷം ആണ്. ജീവിച്ചിരിക്കുമ്പോൾ കണ്ണുകളൊരിക്കലും നമ്മൾ ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. ഒന്ന്, പിന്നെ ഈ നേത്രദാന പക്ഷാചരണം എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ആചരിക്കുകയാണ്. ഇതിൻ്റെ നേത്രദാനത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു വാരാചരണം കൊണ്ടാടുന്നത്. ഇത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിലും, തണുപ്പുള്ള പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറിനുള്ളിലും നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക്, നമുക്കറിയാം, നമ്മുടെ കണ്ണിന്റെ പൂർണ്ണ രൂപത്തിന്റെ ഒരു 25% മാത്രമായിരിക്കും ഒരുപക്ഷെ നമ്മൾ പുറത്തേക്ക് കാണുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു നേത്രദാനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് അപ്പിയറൻസിന് അത് ബാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണ് ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കാഴ്ചയിലെ കണ്ണുകൾ ഈ 2 ഐബോൾസും ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാധാരണക്കാരന്റെ കാഴ്ചയിൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കണ്ണ് ദാനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ എന്താണ് നമ്മൾ മാറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ദാനം ചെയ്യുന്നത്? നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺപോളകൾക്കുള്ളിലുള്ള ഒരു ബോളാണ്, ഒരു ഐബോൾ. അത് ഐബോൾ എന്ന് പറയും. അതൊരു ഏകദേശം ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉള്ളതാണ് ഐബോൾ. ഒരു വലിയ നെല്ലിക്ക അല്ല, ഒരു സാധാരണ ഉള്ള വലിപ്പത്തിലുള്ളൊരു നെല്ലിക്ക, അതിൻ്റെ വലിപ്പത്തിലുള്ളതാണ് ഐബോൾ. അതാണ് നമ്മൾ ആൾ മരിച്ചതിന് ശേഷം അത് എടുക്കുന്നത്, പുറത്തെടുക്കുന്നത്. എന്നിട്ട് ഈ കൺപോളകൾക്കുള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഐ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇത് നേത്രദാനം ചെയ്തതിന് ശേഷം മരിച്ച ആളിൻ്റെ ബോഡി വിരൂപമാകുന്ന പ്രശ്നമില്ല. യാതൊരു തരത്തിലും ദാനം ചെയ്ത് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഐബോള് വേറൊരു ആർട്ടിഫിഷ്യൽ ഐ വെച്ച് പിടിപ്പിക്കുന്നതുണ്ട്. അത് ഒരിക്കലും വിരൂപമാവപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേത്രം ദാനം, എല്ലാവർക്കും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കാം നേത്രം ദാനം ചെയ്യണം, എന്നാൽ അതിനും ചില റെസ്ട്രിക്ഷൻസ് ഇല്ലേ? ആർക്കൊക്കെ കണ്ണ് ദാനം ചെയ്യാം? ആരോഗ്യമുള്ള കണ്ണുകളുള്ള എല്ലാവർക്കും ദാനം ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ ചില കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ക്യാൻസർ വന്ന് മരിച്ച ആള്, അതുപോലെ HIV, എയ്ഡ്സ് രോഗം, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള രോഗങ്ങൾ, പിന്നെ മുൻപ് നേത്രദാനം ചെയ്തിട്ട് കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ കണ്ണ് പിന്നെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളത് പിന്നെ നമ്മൾ എടുക്കുകയില്ല. അത് എടുത്തു കഴിഞ്ഞാലും വേറെ ആൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ആളുടെയും റെസിപ്പിയന്റിന്റെയും ഏജ് എന്തെങ്കിലും കണക്ഷൻ ഇല്ല. അതുപോലെ ഇത്ര ഏജിന് ശേഷം നമ്മൾ അത് പ്രിഫർ ചെയ്യില്ല, അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ? പിന്നെ കോർണിയ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് സാധാരണ പിന്നെ കോർണിയക്ക് ഈ എടുക്കുന്ന ഈ ദാതാവിൻ്റെ കോർണിയ ഏജ് എത്രയാണെങ്കിലും കുഴപ്പമില്ല. കോർണിയ ഹെൽത്തി, കോർണിയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതായത് ഉണ്ടാകുന്ന വേറെ പല രോഗങ്ങളുണ്ട്, റെറ്റിനയ്ക്കുള്ള രോഗങ്ങൾ, റെറ്റിനെ ബാധിച്ച രോഗങ്ങൾ, ഗ്ലോക്കോമ, അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് കോർണിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ആ അന്ധതയ്ക്ക് മാത്രമായിരിക്കും നമുക്ക്
നേത്രദാനം കൊണ്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയുടെയാണ് നമ്മൾ കണ്ണുകൾ ദാനം ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നില്ല. പിന്നീട് ഈ പ്രൊസീജിയറുകളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിലാഷം നിറവേറ്റേണ്ടത് ഒരു പക്ഷേ ഫാമിലി, നെക്സ്റ്റ് ഫ്രണ്ട് ഒക്കെയാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് ശരിക്കും? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സമ്മതപത്രം കൊടുക്കാം. സമ്മതപത്രം കൊടുത്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്മതപത്രം കൊണ്ട് മാത്രം കാര്യമായില്ല. മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളിൻ്റെ അടുത്ത ബന്ധുക്കൾ കൺസെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സമ്മതപത്രം കൊടുത്ത ഡൊണേഷന് വേണ്ടിയിട്ട് മരിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ആ മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം മക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ അവരുടെ സമ്മതം ഇല്ലാതെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ദാനം ചെയ്യാൻ സമ്മതമുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇത് കാത്തിരിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ കോർണിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവർ. അപ്പോൾ അത്തരത്തിൽ ഇത് സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? അവരിലെ എങ്ങനെയാണ് ഈ ദാതാവിൻ്റെ ഈ കണ്ണുകൾ അല്ലെങ്കിൽ ഈ കാഴ്ച അവരിലേക്ക് എത്തുന്നത് ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതും അതൊക്കെ എങ്ങനെയാണ് ശരിക്കും? പറഞ്ഞതുപോലെ ഈ കോർണിയക്ക് കുഴപ്പമില്ലാത്ത കണ്ണുകളുടെ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ റെസിപ്പിയൻറ്റും കോർണിയൽ പ്രോബ്ലംസ് ഉള്ളവർ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് നമ്മൾ കണ്ണുകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പം നമുക്കറിയാം സ്ക്രീൻ ടൈം വളരെ കൂടുന്ന സമയം ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. പക്ഷേ ഈവൻ നമ്മൾ ചെയ്യുന്ന ജോലി പോലും സ്ക്രീൻ ടൈമിലുള്ളതാണ്. നമ്മളതിന് നിർബന്ധിതരാകുന്ന ലോകം ഒരുപോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീൻ ടൈം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കേണ്ടത്? അതെ, ഒന്ന് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കുട്ടികൾക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവർക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പലരുടെയും പഠിത്തം മൊബൈലിലും ഒക്കെ ആയിരിക്കും ഒന്ന്. പിന്നെ മാത്രമല്ല ഈ പേരൻസ് രണ്ടുപേരും എംപ്ലോയിഡാണ്, രണ്ടുപേർക്കും ജോലിക്ക് പോകണം. വീട്ടിൽ പിന്നെ ഒരു 1-2 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്ന് അവരെ കെയർ ചെയ്യുന്നതിനുള്ള സമയം കുറവായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ പലരും ചെയ്യുന്ന കുട്ടിക്ക് ഒരു മൊബൈൽ വെച്ച് കൊടുക്കും, അവൻ അതിൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ കാലക്രമത്തിൽ ഇതിന് അപ്പോൾ ഒരു അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ വളരുന്ന കുട്ടികൾ സോഷ്യലൈസേഷൻ കുറവായിരിക്കും. അവർ പിന്നെ കൂടുതലും ഇങ്ങനെയുള്ളവർക്ക് മാത്രം വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അതങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പരമാവധി പേരൻസ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടിരിക്കും. മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ കൂട്ടുകുടുംബമായിരുന്നു, ഒരു കുട്ടിയെ പിന്നെ നോക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ പുറത്തു പോയി കളിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഔട്ട്ഡോർ ഗെയിംസിലൊന്നും അധികം കുട്ടികൾ പോകുന്നില്ല. എല്ലാവരും ഇതിലേക്ക് സമയം കിട്ടുമ്പോഴെല്ലാം മൊബൈലിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പിന്നെ പ്രൊഫഷണൽസ് അധികം ഫുൾ ടൈം IT വർക്കേഴ്സൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ 20-20-20 റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു റൂൾസ് ഉണ്ട്. അതായത് 20 മിനിറ്റ് കൂടുമ്പോൾ 20 സെക്കൻഡ് 20 മീറ്റർ ദൂരേക്കുള്ള നമ്മൾ നോക്കിയിരിക്കുക. 20-20-20 റൂൾസ്. 20 നമ്മൾ പുറത്തു പോകണ്ട, ആ റൂമിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നോക്കിയിരിക്കുക. ഒരു 20 മിനിറ്റ്സ് 20 സെക്കൻഡ്സ് അത് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കിട്ടും. കുറച്ച് നമ്മൾ ഐ സ്ട്രെയിനൊക്കെ കുറച്ച് കിട്ടും. അത് IT പ്രൊഫഷണൽസും കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെല്ലാവരും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 20-20 റൂൾ എന്നുള്ളത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ക്ലോസ് വ്യൂ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് സമയം ആ റൂമിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് നോക്കിയിരുന്നാൽ മതി. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൽ ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് ടൈം കുറയുമ്പോഴത്തേക്കും ടിയർ വേപ്പറൈസേഷൻ കൂടിയിട്ട് ഡ്രൈ ഐ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ നമ്മൾ പർപ്പസ്ഫുള്ളി കൂടുതലായിട്ട് ഐ ബ്ലിങ്ക് ചെയ്തതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ മിക്കവാറും ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും കൂടുതൽ സമയം. പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ കണ്ണ് ചിമ്മുന്നത് വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്.
അതുപോലെ ഇപ്പോൾ നമുക്കറിയാം നേത്രദാനം എന്ന് നമ്മൾ പറയുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കളും നമ്മുടെ പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം കണ്ടു, എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണിലൂടെ മറ്റുള്ളവർക്ക് ഒരു ലോകമാണ് ശരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് എന്താണ് നമ്മുടെ പബ്ലിക്കിനോട് നേത്രദാനത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾ അവർ മുന്നിട്ട് വരാൻ വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? അതിനെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളിലൂടെ മറ്റൊരു വ്യക്തി ലോകത്തെ കാണുന്നത്, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ദാനം. നമ്മുടെ സമൂഹത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സർവീസാണത്. മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി യാതൊരു തരത്തിലും വിരൂപമാകാതെ വേറൊരാൾക്ക് കാഴ്ച കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു മഹാദാനം തന്നെയാണ്. നേത്രദാനം മഹാദാനം എന്ന് പറയും. അപ്പോൾ അതിന് അതുകൊണ്ട് കണ്ണുകൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ആരും ഒന്നും ആകുലതപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് മറ്റൊരാൾക്ക് നമ്മുടെ മരണശേഷം മറ്റൊരാളെ നമുക്ക് കാഴ്ച നൽകാൻ നമുക്ക് സാധിക്കുന്ന ഒരു മഹാദാനമാണത്. പ്രത്യേകിച്ച് ഈ നേത്രദാന പക്ഷാചരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും ഒന്നും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തീരുമാനം എടുക്കണം, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. അപ്പോൾ ആ വ്യക്തി മരണപ്പെട്ട വേദനയിലാണെങ്കിൽ കൂടെ മറ്റൊരാൾക്ക് കാഴ്ച പകരാനായിട്ട് ശരിക്കും ആ ബന്ധുക്കൾ തന്നെയാണ് പെട്ടെന്ന് ആ ഒരു മോശം അവസ്ഥയിൽ പോലും അവർ ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. മറ്റൊരാളുടെ ഒരുപക്ഷെ മരണപ്പെട്ട ആൾ കണ്ട ലോകമല്ല അദ്ദേഹം കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും നേത്രദാനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മോടൊപ്പം വന്ന് നേത്രദാനത്തെ കുറിച്ചിട്ട് ഇത്രയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത IMA തൃശ്ശൂർ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ഡോക്ടർ ബേബി തോമസ് ആണ് നമ്മോടൊപ്പം. എന്തായാലും വളരെ സന്തോഷം സാർ, നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിന്, ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി, നമസ്കാരം.